കോടതി ചോദിക്കുന്നത് നിങ്ങൾക്ക് കുറ്റബോധം ഇല്ല എന്ന്, നിങ്ങൾ നന്നാവാൻ സാധ്യതയില്ല എന്ന്, അങ്ങനെയൊരു പ്രതികരണമാണല്ലോ പ്രൊബേഷൻ ഓഫീസർ നടത്തിയത് എന്നുള്ളതായിരുന്നു. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിത സാഹചര്യം വരുമ്പോഴേ അറിയാൻ പറ്റൂ. അങ്ങനെ താനായിട്ടൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടില്ല, പക്ഷേ തനിക്ക് നേരെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ താൻ വെറുതെ വിടില്ല എന്നുകൂടി പറയുന്നു. അതായത് ഇനി ഈ കുറ്റകൃത്യം ചെയ്ത് ശിക്ഷിക്കപ്പെട്ട് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഘട്ടത്തിൽ തനിക്ക് ഇളവ് ലഭിച്ചാൽ പോലും ഈ ജീവിത സാഹചര്യം ഉണ്ടായാൽ അല്ലെങ്കിൽ ഇതിൻ്റെ തുടർച്ചയുണ്ടായാൽ അങ്ങനെ തന്നെ നേരിടും എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. അതായത് താൻ ഇനിയും കുറ്റം ചെയ്യാൻ മടിയില്ല എന്ന് തന്നെ കോടതിയോട് പറയുകയാണ് ഇപ്പോൾ ചെന്താമര എന്നതാണ് ഏറെ വിചിത്രമാകുന്നത്. ഈ ഒരു ഭയം തന്നെയാണ് നേരത്തെ സജിതയുടെ കുടുംബവും പുലർത്തിയത്. ഒരു പക്ഷേ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട, നമുക്കറിയാം പലപ്പോഴും വർഷങ്ങൾ ജയിലിൽ കിടന്നതിന് ശേഷമൊക്കെ ജാമ്യം പരോൾ തേടാറുണ്ട്. അങ്ങനെ പരോളിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇറങ്ങിയാൽ പോലും ഒരു പക്ഷേ കൊലപാതകം നടത്തിയേക്കാം. ഈ കേസിൽ തന്നെ സാക്ഷിമൊഴികൾ നൽകിയിട്ടുള്ളവരുണ്ട്, അവരെയൊക്കെ ആക്രമിച്ചേക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കൂടിയാണ് നേരത്തെ പലരും ഉയർത്തി കാണിച്ചത്. അതുപോലെ തന്നെയുള്ള ഒരു പ്രതികരണം ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്നാണല്ലോ ജില്ലാ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കോടതി ചോദിക്കുന്നു. പ്രശ്നം ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്ന മറുചോദ്യം ആണ് ഇവിടെ ചെന്താമരയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. കോടതിയിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന തരത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പശ്ചാത്താപമുണ്ട് എന്ന തരത്തിലുമല്ല, ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകുമ്പോഴാണ്, ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് മനസ്സിലാകൂ എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ്. അതായത് തൂക്കുകയർ പോലും വിധിക്കാൻ സാധ്യതയുള്ള ഒരു പശ്ചാത്തലത്തിൽ പോലും ചെന്താമര തന്നെ തൂക്കിലേറ്റിക്കൊള്ളൂ എന്ന് കോടതിയോട് പറയുന്ന അസാധാരണമാകുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. കിരൺ, അതുതന്നെയാണ് അഭിലാഷ്. കേരളം കണ്ടതിൽ വെച്ച് അസാധാരണമെന്ന് പറയാൻ കഴിയില്ല, അത്യസാധാരണമായ ഒരു കേസിനാണ് അല്പസമയത്തിനുള്ളിൽ വിധി പറയാൻ പോകുന്നത്. ഒരു പ്രതി 3 പേരെ കൊലപ്പെടുത്തുന്നു. 3 പേരെ കൊലപ്പെടുത്തുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഒരു കുറ്റബോധം അല്ലെങ്കിൽ താൻ ചെയ്തതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പശ്ചാത്താപം അങ്ങനെ ഒന്നും അയാൾക്കുണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, താൻ ചെയ്തത് ശരിയാണ് എന്ന് അയാൾ ഇപ്പോഴും വിശ്വസിക്കുന്നു. തനിക്ക് അതിന് കാരണങ്ങളുണ്ട് എന്നാണ് അയാൾ കോടതിയോട് പറയുന്നത്. ഇനിയും തനിക്ക് നേരെ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ ഈ തരത്തിൽ തന്നെ പ്രതികരിക്കും എന്നുകൂടി അയാൾ പറയുന്നുണ്ട്. ശിക്ഷാവിധി ഈ മാസം 15-നാണ് ഉണ്ടാവുക എന്നതുകൂടി കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നു. ഈ മാസം 15-നാണ് ശിക്ഷാവിധി ഉണ്ടാകുക. കേസ് ഈ മാസം 15-ന് വീണ്ടും പരിഗണിക്കും. ഇന്ന് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചിരിക്കുന്നു. ഏതെങ്കിലും കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ മറ്റന്നാൾ, അതായത് കേസിൽ മറ്റന്നാളായിരിക്കും ശിക്ഷാവിധി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ മാസം 15 എന്ന് പറഞ്ഞാൽ മറ്റന്നാളാണ് ഈ കേസിൽ വിധി പറയാൻ പോകുന്നത്. അതായത് കോടതി ഏറ്റവും ഒടുവിൽ എന്താണ് പ്രതിക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ പോലും നിഷേധാത്മകമാകുന്ന തരത്തിലുള്ള മറുപടി ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മറ്റന്നാൾ കേസിൽ വിധി പറയും. പക്ഷേ കോടതി കുറ്റക്കാരനാണ് ചെന്താമര എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കൊലപാതക കുറ്റം തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത് ഇനിയും കൊല ചെയ്യും എന്ന് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അതിന് എന്താണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു പക്ഷേ കൗൺസിലിംഗ് പോലെ ചെന്താമരയുടെ മനസ്സ് മാറ്റുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമോ? ചെന്താമരയ്ക്ക് കൃത്യമായ കൗൺസിലിംഗ് നൽകുക, ചെന്താമരയ്ക്ക് സൈക്കോളജിസ്റ്റിന്റെ സേവനം നൽകുക. യെസ്, ഇപ്പോഴിത് അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, വളരെ വിചിത്രം. അതായത് സാധാരണ പ്രതികളിൽ നിന്നൊന്നും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണമല്ല ഈ കോടതിയിൽ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായും ഒരു കുറ്റബോധവും ഒരു കണിക പോലും കുറ്റബോധമില്ലാതെയായിരുന്നു അയാളുടെ മറുപടികൾ. ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് അതേപോലെ തന്നെ വെല്ലുവിളിക്കുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടികൾ. ആദ്യം ചെയ്തത് തെളിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറയാനുള്ളത് ചോദിച്ചപ്പോൾ ചെന്താമരയുടെ മറുപടി തന്നെ തൂക്കിക്കൊല്ലാം എന്നായിരുന്നു ചെന്താമരയുടെ മറുപടി. അതിനുശേഷം എന്തായിരുന്നു ജോലി എന്നായിരുന്നു. യെസ്, അനുമോദിലേക്ക് വളരെ പെട്ടെന്ന് വരാം. അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വളരെ വിചിത്രമായ അത്യസാധാരണമായ സംഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങേറ്റം നാടകീയത നിറയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ആയിരുന്നു ചെന്താമരയുടെ ഭാഗത്ത് നിന്ന്. അന്തിമ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ശിക്ഷാവിധിക്ക് മുമ്പ് താൻ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ പ്രതിക്ക് പറയാനുള്ളത് എന്ത് എന്ന ചോദ്യത്തിന് അടക്കം
നിഷേധാത്മകമാകുന്ന പ്രതികരണങ്ങൾ, മറുപടികൾ ആണ് ഈ കേസിൽ ചെന്താമര നൽകിയിട്ടുള്ളത്. ഒരു പക്ഷേ ആ ഒരു പശ്ചാത്തലം കൂടി മറ്റന്നാൾ വരാൻ പോകുന്ന വിധി പ്രസ്താവത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്? പരമാവധി ശിക്ഷയായ തൂക്കുകയർ ആണോ? ഇരട്ട ജീവപര്യന്തം അനുഭവിക്കുന്ന പ്രതിയാണ്. അങ്ങനെയുള്ള ഒരു പ്രതിക്ക് ഇരട്ട കൊലപാതകത്തിൽ ഇനി എന്ത് ശിക്ഷയാണ് നൽകുക? അങ്ങനെയൊക്കെയുള്ള സാഹചര്യം അവിടെയാണല്ലോ അനുമോദ്. ഇനി ചെന്താമരയുടെ ഇന്നത്തെ മറുപടി കൂടി തീർച്ചയായും പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ഒരു വിധി, ഒരു പക്ഷേ പരോളിലിറങ്ങിയാൽ പോലും മറ്റുള്ളവർക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള ഒരു പ്രതിയാണ്, ഒരു ക്രിമിനലാണ് ചെന്താമരയെന്ന് ഈ അവസാന പ്രതികരണങ്ങളിൽ പോലും കോടതിക്ക് ബോധ്യപ്പെടില്ലേ? തീർച്ചയായും കോടതിയുടെ ചോദ്യങ്ങൾക്ക് ഒരു തരത്തിലും കുറ്റബോധവുമില്ലാതെയും ഒരു നമുക്ക് ശരിക്കും മര്യാദയില്ലാത്ത മറുപടി എന്നൊക്കെ പറയാൻ കഴിയുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജഡ്ജിയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി ചെന്താമരയുടെ ഭാഗത്തുണ്ടായത്. അതായത് ജയിലിൽ മറ്റുള്ളവരുമായി നല്ല ബന്ധത്തിലല്ല എന്നാണ് റിപ്പോർട്ട് എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. കള്ളന്മാരും ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് എങ്ങനെ നല്ല ബന്ധം പുലർത്തുമെന്നായിരുന്നു. ഇയാൾ വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് കള്ളന്മാരും ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന തരത്തിലായിരുന്നു അയാളുടെ മറുപടി. അതുപോലെ തന്നെ നിങ്ങൾ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ജില്ലാ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട്. അതായത് നിങ്ങൾക്ക് ജാമ്യം തന്നാൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുമെന്നാണ്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കിതുവരെ ജാമ്യം പോലും കിട്ടിയിട്ടില്ലല്ലോ എന്നായിരുന്നു അയാളുടെ മറുപടി. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് കുറ്റബോധമില്ലെന്നും നിങ്ങൾ നന്നാവാൻ സാധ്യതയില്ലെന്നും ഇന്ന് പ്രൊബേഷൻ ഓഫീസർ റിപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞപ്പോൾ ജഡ്ജിയോട് ചോദിച്ചത്, നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോഴേ അത് മനസ്സിലാവുകയുള്ളൂ, ഞാനായിട്ടൊന്നിനും പോകില്ല, എന്നെ അടുത്തേക്ക് വന്നാൽ വിടുകയും ചെയ്യില്ല. അതായത് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല, ഞാൻ ചെയ്തതെല്ലാം പൂർണ്ണ മനസ്സോടെയാണെന്ന് കൃത്യമായിട്ട് പറയുന്ന തരത്തിലാണ് ചെന്താമര എന്നുള്ള ഒരു മറുപടിയും. അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നാണ് ജില്ലാ സൈക്കോളജിസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രശ്നമുണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്നായിരുന്നു ജഡ്ജിയോട് ചെന്താമര തിരിച്ചു ചോദിച്ചത്. ഇത്തരത്തിൽ ചോദ്യങ്ങൾക്കൊക്കെ ഒരു തരത്തിലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടി, ജഡ്ജിയോട് വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള മറുപടിയായിരുന്നു ചെന്താമര കോടതിയിൽ ഈ ശിക്ഷാവിധിക്ക് ശേഷം ഉണ്ടായത്. എന്താണെങ്കിലും 15 മിനിറ്റിലധികം സമയം ജഡ്ജി ഓരോ വിഷയങ്ങൾ ചോദിച്ച് ചെന്താമരയോട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിനോടൊക്കെ തന്നെയുള്ള മറുപടി, താൻ ഒരു ഇരട്ടക്കൊല 3 പേരെ കൊന്ന ഒരാളാണ്, ഇരട്ട കൊലപാതക കേസിൽ വിധി വന്ന ആളാണെന്നും അത് ഒരു കുറ്റബോധം തനിക്കില്ല എന്നും വളരെ വ്യക്തമാക്കുന്ന, വളരെ ധിക്കാരത്തോടെയുള്ള, ഒരു തരത്തിലും ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ചെന്താമരയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്നാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റന്നാൾ 15-ാം തീയതി കേസ് വീണ്ടും പരിഗണിക്കും. 15-ാം തീയതി കേസിലെ വിധി വരുമെന്നാണ് നമുക്ക് കരുതാനാവുന്നത്. 15-ാം തീയതി വരെയാണ് റിമാൻഡ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് 15-ാം തീയതി ഈ കേസിലെ ശിക്ഷാവിധി ഒരു പക്ഷേ വന്നിരിക്കും, അതല്ലെങ്കിൽ അന്നും വാദം നടക്കും. എന്താണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഇരട്ട കൊലപാതക കേസിൽ പ്രോസിക്യൂഷൻ കണ്ടെത്തിയ എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് കോടതി ശരിവച്ചിരിക്കുന്നു. ചെന്താമര കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഉള്ള ചോദ്യങ്ങൾക്ക്, ജഡ്ജിയുടെ ചോദ്യങ്ങൾക്ക് അക്ഷോഭ്യനായിട്ട് ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ ഇത്ര വലിയൊരു കുറ്റം ചെയ്തതിൻ്റെ ഒരു തരി കണിക പോലും അതിൻ്റെ കുറ്റബോധമില്ലാതെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് ചെന്താമര നൽകിയത്. ഈ കേസിലെ വിധി 15-ാം തീയതി വരുമ്പോൾ ഈ ഇതുവരെ ചെയ്ത കുറ്റങ്ങളും ചെന്താമര ഇപ്പോൾ നൽകിയ ഉത്തരങ്ങളുമൊക്കെ അതിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അഭിലാഷ്. യെസ്, എന്തായാലും കേരളത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകം, പ്രത്യേകിച്ച് 2019 സജിതയെ കൊല ചെയ്യുന്നു. അതിനുശേഷം അതേ സജിതയുടെ ഭർത്താവിനെയും പിന്നീട് ഭർത്താവിൻ്റെ അമ്മയെയും കൊല ചെയ്ത ഇരട്ട കൊലപാതകം, നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ആണ് ഇപ്പോൾ ചെന്താമര കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ആ കേസിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിന് ശേഷം ചെന്താമരയോട് കോടതി വിവരങ്ങൾ ആരായുമ്പോഴും നിഷേധാത്മകമായ മറുപടിയാണ് നൽകുന്നത്. മറ്റന്നാളാണ് ചെന്താമരയ്ക്കുള്ള ശിക്ഷ എന്ത് എന്ന് അറിയാൻ സാധിക്കുക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.